പുഷ്പ എന്ന ചിത്രം ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുമ്പോഴും പുഷ്പയുടെ പുറകെ ഒരു വിവാദങ്ങളും കുറേയേറെ ഉണ്ടായിരുന്നു. പുഷ്പ 2വിൻ്റെ ചെന്നൈയിൽ നടന്ന പ്രീ റിലീസ് ഈവൻറ്റിൽ സിനിമയുടെ സംഗീത സംവിധായകനായ ദേവിശ്രീ പ്രസാദ് പറഞ്ഞത് മൈത്രി മൂവി മേക്കേഴ്സ് തന്നെ കുറ്റപ്പെടുത്തുന്നു എന്നാണ്. അതായത് സിനിമയുടെ പശ്ചാത്തല സംഗീതവും സിനിമ പാട്ടുകളുടെ സംഗീതവും സമയത്ത് തീർക്കാത്തതിനെ തുടർന്ന് ഈ മൈത്രി മൂവി മേക്കേഴ്സുമായി DSP ഒരു അസ്വാരസ്യത്തിലായിരുന്നു. പിന്നീട് ഇദ്ദേഹം ഈ DSP പറഞ്ഞത് ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് തന്നോട് ഉള്ള ഇഷ്ടത്തെക്കാളേറെ കൂടുതലും പരാതികളാണ് എന്നാണ് പിന്നീട് പറയുകയുണ്ടായത്. പുഷ്പ 2വിൻ്റെ നിർമ്മാതാവായ രവിശങ്കർ പറഞ്ഞത് പിന്നീടൊരു ഈവൻറ്റിൽ പറഞ്ഞത് DSPയുമായി യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാലും ഈ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന അടുത്ത സംരംഭമായ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്ന ചിത്രത്തിൽ DSPയെയാണ് സംഗീത സംവിധാനം തീരുമാനിച്ചിരുന്നത് ആദ്യം. പക്ഷേ ഇപ്പോൾ ആ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. ഹൈദരാബാദിൽ നടന്ന ഒരു ഈവൻറ്റിൽ DSP തന്നെ പറഞ്ഞു പുഷ്പ നിർമ്മാതാക്കളുമായി യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഞങ്ങളെല്ലാം ഒരു കുടുംബമാണെന്നും പറയുകയുണ്ടായി. എന്തായാലും സിനിമയുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം, സിനിമയുടെ തുടക്കത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഡയറക്ടറും രണ്ടും ഈ സംഗീത സംവിധാനം പാട്ടിൻ്റെതും ഒക്കെ ചെയ്തത് ദേവിശ്രീ പ്രസാദ് ആണെങ്കിലും ഒരു അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞ് സാം CS-ൻ്റെ പേരും ടൈറ്റിലിൽ എഴുതി കാണിക്കുന്നുണ്ട്. നവംബർ 30 മുംബൈയിൽ നടന്ന ഒരു പ്രസ് മീറ്റിൽ അല്ലു അർജുൻ തൻ്റെ ഫാൻസിനെ ആർമി എന്ന് വിശേഷിപ്പിച്ചത് ഒരു ശ്രീനിവാസ് ഗൗഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആർമിയെ തരം താഴ്ത്തി കാണാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആർമി എന്ന വാക്കിന് അർത്ഥമില്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ FIR ഫയൽ ചെയ്യുകയുണ്ടായി. പുഷ്പ 2 എന്ന ചിത്രത്തിൽ ഈ കറപ്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് ഈ ഇല്ലീഗൽ സ്മഗ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ, വയലൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം നിരോധിക്കണം, ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി തെലങ്കാന ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുകയുണ്ടായി ഡിസംബർ ആദ്യവാരം. പക്ഷേ ഹൈക്കോടതി ഈ ഹർജി നിരുപാധികം തള്ളുകയാണ് ഉണ്ടായത്. 2024 ഡിസംബർ 4 ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ്റെ നേതൃത്വത്തിൽ ഒരു സിനിമയുടെ, ഈ പുഷ്പ 2 സിനിമയുടെ ഒരു സ്ക്രീനിങ് വെച്ചിരുന്നു. അപ്പോൾ ആ സ്ക്രീനിങ്ങിന് ഒരുപാട് ജനക്കൂട്ടം തടിച്ചുകൂടിയതിനെ തുടർന്ന് ഒരു സ്ത്രീ മരിക്കുകയും അവരുടെ കുട്ടിക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കാരണത്താൽ പിന്നീട് ഭാരതീയ നിയമസംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം അല്ലു അർജുനെതിരെയും സന്ധ്യ തിയേറ്റർ ഉടമയ്ക്കെതിരെയും അല്ലു അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികൾക്കെതിരെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വിവാദങ്ങളിലൂടെ പുഷ്പ 2 കടന്നു വന്നു എങ്കിലും പുഷ്പ 2 ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാർ തങ്ങളുടെ പേരിൽ സിനിമകൾ കിട്ടിരുന്ന റെക്കോർഡുകൾ തകർത്തുകൊണ്ട്, ഒരു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഇപ്പോഴും സിനിമാ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്.